ഹായ് നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്ന നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ മയോണൈസ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റിയും ഒരു സ്പെഷ്യൽ ഫ്ലേവറുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 3-4 പീസ് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലില്ലാത്ത ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലോട്ടേക്ക് നമുക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണിനടുത്ത് ചെറുനാരങ്ങയുടെ നീര് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ സോസ് ഏകദേശം 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ സോയാ സോസ് ചേർക്കും വളരെ കുറച്ച്, ഒരു 1/2 ടീസ്പൂണൊക്കെ ധാരാളമാണ്, കൂടുതൽ ഉപയോഗിക്കരുത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഒരു 1/4 ടീസ്പൂണിനടുത്ത് പിരിയമുളക് പൊടിച്ചതും അതുപോലെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയുടെ അളവിൽ കുറച്ച് കൂടുതൽ ഉപയോഗിക്കാം കേട്ടോ. പിരിയൻ മുളകാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ടേക്ക് വളരെ കുറച്ച് ഇതുപോലെ ക്യാബേജ് ചെറിയ പീസസ് ആയിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ കനം കുറഞ്ഞരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റും ചേർക്കാം. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഇതിലോട്ടൊരു 1/4 ടീസ്പൂണിനടുത്ത് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് കൂടി ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ പച്ചക്കറി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തക്കാളിയൊക്കെ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ടേക്ക് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് കേട്ടോ. ബട്ടറിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു സാൻഡ്വിച്ച് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലില്ല എന്നാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുക. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ഇതിനകത്ത് കിടന്നിട്ട് വേണം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ. അപ്പോൾ നിങ്ങൾ സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും ചിക്കനിൽ ചേർത്തിരിക്കുന്ന ഉപ്പിൻ്റെ സോയാ സോസിൻ്റെ അളവ് എപ്പോഴും കുറക്കുക. അതല്ലെങ്കിൽ ഇതിനകത്ത് ഉപ്പ് നന്നായിട്ട് അങ്ങ് കയറിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കുക്കായി കഴിഞ്ഞാൽ പാടി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ബട്ടറിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് ഈ സാൻഡ്വിച്ച് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു പാകത്തിന് ഇതൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ടേക്ക് ഇത്തിരി ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അൺസാൾട്ടഡ് ബട്ടർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലോട്ടേക്ക് നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡായിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബ്രെഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ലോ ഫ്ലെയിമിലിടുക. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡ് ഭയങ്കരമായിട്ട് ഹാർഡായി ഒരു ക്രിസ്പി ടെക്സ്ചറിലാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. കണ്ടില്ലേ, ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ മാത്രം കിട്ടിയാൽ മതി, ഒത്തിരി ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 സെറ്റായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഇതുപോലെ ബട്ടറിനകത്തിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പാകത്തിന് നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ബട്ടറോ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കുമ്പോൾ കുറവാണ് തോന്നിയാൽ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലോട്ടേക്ക് ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മുഴുവനായിട്ട് അതിൻ്റെ ബേസിൽ മുഴുവനായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആവശ്യാനുസരണം ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ടൊമാറ്റോ ഒക്കെ വേണമെങ്കിൽ മുറിച്ചിട്ട് സ്ലൈസസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് നമ്മൾ നന്നായിട്ട് മൊരിയിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടൊമാറ്റോ കെച്ചപ്പ് തന്നെ ഇത്തിരി കൂടി ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതലായിട്ടൊന്ന് കയറി നിൽക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മയോണൈസ് നല്ല ഫ്ലേവർ, നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ട് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ബ്രാൻഡിനേക്കാൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക, അതിനകത്തൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത സ്ലൈസ് ബ്രെഡ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു 3 സെറ്റ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒന്ന് ജസ്റ്റ് തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴാണ് ഈ സോസും
മയോണൈസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് റെഡിയായി കിട്ടുക. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളിതിന് മുന്നേ മുട്ട വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ച് ചെയ്തിട്ട് ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റി, നല്ല സ്പെഷ്യൽ ഫ്ലേവർ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.